പാർലമെന്റ് ക്യാൻറ്റീനിലെ കട്ട്ലറ്റിന്റെ തുക ഇക്കാലത്തിനിടയിൽ കാര്യമായി വർദ്ധിച്ചു. എന്നാൽ the price of the cutlets in the parliamentary canteen have more than doubled. But when it comes to giving social security for the poorest of the poor, it is still 200 rupees in the last 10 years, no change. CBIയെയും EDയെയും കൂടി ഔട്ട്സോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചോ? Is it because you have outsourced the CBI and the ED completely to a businessman in Ahmedabad who is controlling the whole thing? നമസ്കാരം. ധനബില്ലിന്മേൽ ഇടപെട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവ മൊയ്ത്ര ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായിരുന്നു. ഈ പ്രസംഗത്തിൽ അവർ കഴിഞ്ഞ നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റിൽ ഉണ്ടായ സാധാരണ ജനത്തോടുള്ള സമീപനത്തെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് ഉള്ള ഒരു അവതരണമാണ് നടത്തിയത്. നികുതി ഘടന എങ്ങനെയാണ് സാധാരണ മനുഷ്യനെ ഇന്ത്യയുടെ മുഖ്യധാരയിൽ ബഡ്ജറ്റിൻ്റെ പൊതു സമീപനം നയരൂപീകരണത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ജനത്തിന് നികുതി ഭാരം എങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു വീക്ഷണം അവർ അവതരിപ്പിച്ചത് ബഡ്ജറ്റിനെ അടിമുടി ഇഴകീറി പരിശോധിച്ചുകൊണ്ടാണ്. നമുക്ക് ആ പ്രസംഗത്തിൻ്റെ സമഗ്രമായ ഒരു വിവർത്തനമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രസംഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉള്ള ഒരു മെച്ചം കഴിഞ്ഞ ബജറ്റിനെ ഒരു സാധാരണ വ്യക്തിയോട് കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പരിശോധിക്കാം എന്നുള്ളതാണ്, അത് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ആ പ്രസംഗത്തിൻ്റെ മലയാള വിവർത്തനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കതിലേക്ക് കടക്കാം. സർ, രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി സഭയിലുണ്ടായിരുന്നു. ഇന്ന് ധനകാര്യ ബില്ലിന്മേലുള്ള ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ധനമന്ത്രിയും സഭയിലുണ്ട്. പ്രതിപക്ഷത്തിന് വലിയ പ്രതീക്ഷയുണ്ട് സഭയിലെ ഈ സാന്നിധ്യം ചർച്ചയിൽ ഗുണം ചെയ്യും എന്ന്. റൂസ്വെൽറ്റിൻ്റെ പ്രശസ്തമായ ഒരു ഉദ്ധരണിയുണ്ട് സാർ: തീരുമാനത്തിൻ്റെ ഏത് നിമിഷത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം ശരിയായ കാര്യം ആണ്. അടുത്ത ഏറ്റവും മികച്ചത് തെറ്റായ കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശമായ കാര്യം ഒന്നുമില്ല എന്നുള്ളതാണ്. ധനമന്ത്രി തൻ്റെ ബജറ്റിലൂടെ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല എന്നാണ്. Theodore Roosevelt, the 26th President of the United States, had said, in any moment of decision, the best thing you can do is the right thing. The next best thing you can do is the wrong thing. And the worst thing you can do is nothing. The Honorable Finance Minister has made a mockery of the people of India in this union budget by doing absolutely nothing. ജനങ്ങൾക്ക് വേണ്ടത് സാധാരണമായ ഒരു ബജറ്റല്ല, അവർക്ക് തിരുത്തൽ വേണമായിരുന്നു. എന്നാൽ നിങ്ങൾ അത് നൽകിയില്ല. ജനം തെരഞ്ഞെടുപ്പിലൂടെ നൽകിയ സന്ദേശം നിങ്ങൾ ഉൾക്കൊണ്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ സമീപനത്തിൽ എന്തു മാറ്റമുണ്ടായി? ഒരു മാറ്റവും ഉണ്ടായില്ല. നിങ്ങൾ അതേ മന്ത്രിസഭ പുനഃസ്ഥാപിച്ചു, അതേ ധനമന്ത്രിയെ വീണ്ടും നിയമിച്ചു, അതേ ബജറ്റും അവതരിപ്പിച്ചു. Whatever little changes are there are regressive and ill thought out. Means that the people did not want a business as usual approach. The people wanted a course correction. What have you done? You've not listened to the mandate. Vinash Kale Viprit Buddhi, you have done the exact opposite. You've kept the same cabinet, you've kept the same finance minister who's given the same shoddy budget. ആരാണ് ഈ ബജറ്റിൻ്റെ ഉപയോക്താവ്? രാജ്യത്ത് 31% മധ്യവർഗമാണ്. അടിസ്ഥാന വർഗം 61 മുതൽ 65 വരെ ശതമാനമാണ്. ഇതൊരു കസേര ബജറ്റ് മാത്രമാണ്, കസേര സംരക്ഷണ ബജറ്റ് മാത്രമാണ്. നികുതിയുടെ കാര്യം പറയുന്നു. ഈ നാട്ടിലെ സമ്പന്നരായ കോർപ്പറേറ്റുകളെക്കാൾ വലിയ നികുതി ഭാരം സാധാരണ ജനങ്ങളുടെ മേൽ കെട്ടിവെച്ച ബജറ്റാണിത്. Who is this budget for? The middle class make up 31% of India. The poor make up between 60 and 65% of India. I will demonstrate how this budget systematically strangles the poor and the middle class. This is a kursi bajao budget, a save the chair budget for this government, and even that it doesn't do very well. രണ്ട് തരത്തിലുള്ള നികുതിയുണ്ട്: പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. ഇൻകം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ടാക്സ് തുടങ്ങിയവ പ്രത്യക്ഷ നികുതിയിൽ പെടുന്നു. GST, പെട്രോൾ നികുതികൾ തുടങ്ങിയവ പരോക്ഷ നികുതിയിൽ പെടുന്നവയിൽ പ്രധാനമാണ്. സാമ്പത്തിക നില ശക്തിപ്പെടുത്തണമെങ്കിൽ ഈ രണ്ട് നികുതി പിരിവിനെയും സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. വികസിത രാഷ്ട്രങ്ങളിൽ നോക്കൂ, അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ 60% പ്രത്യക്ഷ നികുതിയായും 40% പരോക്ഷ നികുതിയായുമാണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തുന്നത്. സ്കാൻഡിനേവിയൻ രാഷ്ട്രങ്ങളിൽ 70% നേരിട്ടുള്ള നികുതിയും 30% പരോക്ഷ നികുതിയും എന്ന മോഡലാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത് നേരെ വിപരീതമാണ്. 60% നികുതി ശേഖരണം പരോക്ഷ നികുതിയിലൂടെയും 40% പ്രത്യക്ഷ നികുതിയിലൂടെയുമാണ്. സാധാരണ ജനജീവിതത്തെ ബാധിക്കും വിധത്തിലുള്ള നികുതി പിരിവാണിത്. ആ നികുതി പിരിവിൻ്റെ ഘടന സാധാരണ ജനത്തെ കാര്യമായി ബാധിക്കും. കോടീശ്വരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നികുതി പിരിവാണ്.
ബില്യനെയർമാരെയും ഒരു പാവം തൊഴിലാളിയെയും തുല്യമായി കണ്ടുകൊണ്ടുള്ള നികുതി ഘടന. 35% മാത്രമാണ് പ്രത്യക്ഷ നികുതിയായി സമ്പദ്ഘടനയിലേക്ക് എത്തുന്നത്. പരോക്ഷ നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് മധ്യവർഗ ജീവിതത്തെ ആകെ ഉലയ്ക്കുന്ന വിധത്തിൽ 55% നേരിട്ടുള്ള നികുതിയായി എത്തുന്നത്. UPA സർക്കാരിൻ്റെ കാലത്ത് അത് 38% മാത്രമായിരുന്നു. കോർപ്പറേറ്റുകൾ ആകെ 45% മാത്രമാണ് നേരിട്ടുള്ള നികുതി നൽകേണ്ടി വരുന്നത്. അവർക്ക് വേണ്ടി നല്ലത് ചെയ്തു കൊടുക്കുമ്പോൾ പാവപ്പെട്ട ജനത്തിന് എന്താണ് സംഭവിച്ചത് സാർ? രക്ഷിതാക്കൾ, പെൻഷനേഴ്സ്, സാലറി, മിഡിൽ ക്ലാസ്, സ്വർണം വാങ്ങിവെച്ചവർ, സ്ഥലം വാങ്ങിവെച്ചവർ, ഇവർക്കൊക്കെ ദോഷമായി ബാധിക്കുന്ന ബജറ്റായി ഇത് മാറി. Now people like our parents, pensioners, salaried middle class, risk averse people who invested in gold, in property, in debt mutual funds, the removal of indexation has harmed them disproportionately. So the middle class has lost out. GST വരുമാനത്തിൻ്റെ ഘടന അയുക്തികമാണ്. 18% GST ഇൻഷുറൻസിൽ നിന്ന് വരും എന്നാണ് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസിലൂടെയും മെഡിക്കൽ ഇൻഷുറൻസിലൂടെയും 80,363 കോടി ഇതുവഴി ശേഖരിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഇതെന്താ ബ്ലാക്ക് മണിയാണോ? ഞങ്ങളുടെ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞതുപോലെ ഇത് ജനവിരുദ്ധ നികുതിയാണ്. SR എന്താണ് ലൈഫ് ഇൻഷുറൻസുകൾ? സാധാരണ ജനം ജീവിതത്തിലുണ്ടാകുന്ന അപകടങ്ങളെ നേരിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസുകൾ. ആക്സിഡൻറ്റ്, പരിക്കുകൾ, രോഗങ്ങൾ, ഇങ്ങനെ പലവിധ ഘട്ടങ്ങളിൽ ഇൻഷുറൻസിനെ സാധാരണ ജനം ആശ്രയിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന നികുതിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ബില്യനേഴ്സിനും സാധാരണ ജനത്തിനും തുല്യമായി നൽകേണ്ടി വരികയാണ് ഈ നികുതി. എത്രയും പെട്ടെന്ന് ഈ നികുതി പിൻവലിക്കണം. This is blood money. Our Honorable Chief Minister Mamata Banerjee wrote a letter to the Finance Minister, to the Centre, pointing out that this is a completely anti-people tax. What is life insurance? What is health insurance? It is people guaranteeing and spending money and protecting against life's uncertainties, against accident, against injury, against ill health, against death. What are you doing? You are imposing GST, same rate that a billionaire pays, the poorest middle class person has to pay. So people are deterred from taking out new policies. People are deterred from continuing existing insurance. This should be removed at the earliest. മറ്റൊന്ന് സാമൂഹ്യക്ഷേമത്തിനായി മാറ്റിവെക്കുന്ന പണമാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികളോടുള്ള വിമുഖത രാജ്യത്തെ പിറകോട്ടടിപ്പിക്കും. കഴിഞ്ഞ 10 വർഷം നോക്കിയാൽ ഈ മേഖലയിൽ BJP സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാകും. ഇത് പരിശോധിച്ചാൽ GDPക്ക് ആനുപാതികമായി നോക്കിയാൽ പഴയ കാലത്തേതിൽ നിന്ന് നമ്മൾ പിന്നോട്ടാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം ആനുപാതികമായ വർധന ഉണ്ടായിട്ടില്ല. The Manrega budget during COVID, when the center was telling all the states, please give employment to the laborers, they are going back. The Manrega budget into 2021 was 0.6% of GDP. Do you know what it is today? 0.26%. Specific budget figures for 24-25 are shameful. GDPയെ കൂടി മുൻനിർത്തിക്കൊണ്ട് ഓരോ പദ്ധതിക്കും, സാമൂഹ്യക്ഷേമ പദ്ധതിക്കും അനുവദിച്ച തുക മഹുവ മൊയ്ത്ര അക്കമിട്ട് പറയുകയാണ്. സർവശിക്ഷ അഭിയാൻ -18%, രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ -9%, ഓരോ കുഞ്ഞിനെയും ബാധിക്കുന്ന ICDS -34%, മിഷൻ അങ്കണവാടി -4%, PM പോഷൻ -45%, PMGSY -47%, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം -20%. 2024-25 ബജറ്റിലെ വിഹിതങ്ങൾ നോക്കിയാൽ ഷെയിംഫുള്ളാണ് സാർ. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ വിവിധ പെൻഷനുകളിൽ ഒരു വർധനയും വരുത്തിയിട്ടില്ല. 200 രൂപയാണ് കഴിഞ്ഞ ബജറ്റിലും ഈ ബജറ്റിലും സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ തുക. പാർലമെൻറ്റ് ക്യാൻറ്റീനിലെ കട്ട്ലറ്റിൻ്റെ തുക ഇക്കാലത്തിനിടയിൽ കാര്യമായി വർദ്ധിച്ചു. എന്നാൽ പാവങ്ങളിൽ പാവപ്പെട്ടവർക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകൾക്ക് വർധനയേ ഇല്ല. The central contribution to social security pensions has been unchanged since 2014. It was 200 rupees in 2014. It is still 200 rupees per person today. The price of the cutlets in the parliamentary canteen in the last 10 years have been adjusted for inflation with the government's approval. The price of the cutlets in the parliamentary canteen have more than doubled. But when it comes to giving social security for the poorest of the poor, it is still 200 rupees in the last 10 years, no change. അങ്കണവാടി വർക്കേഴ്സിനുള്ള പ്രതിഫലത്തിലടക്കം ഒരു മാറ്റവും ഉണ്ടായില്ല. അപകടകരമായ മറ്റൊരു തെറ്റുകൂടി ബജറ്റിൽ വരുത്തിയിട്ടുണ്ട് സാർ. മിലിറ്ററി ഉപകരണങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനെക്കുറിച്ച് വിദഗ്ധർ പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ചൈനയും പാകിസ്ഥാനും നമ്മുടെ അതിർത്തികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സർക്കാരിന് ബോധ്യമുള്ളതാണല്ലോ. എന്നാൽ പ്രതിരോധത്തിനായി ബജറ്റ് നീക്കിവെച്ചത് 6.22 ലക്ഷം കോടി രൂപ മാത്രമാണ്. GDPയുടെ 1.9% മാത്രം. ഇത് താരതമ്യേന കുറഞ്ഞ നീക്കിയിരിപ്പാണ്. ധനമന്ത്രിയുടെ
ബജറ്റ് പ്രസംഗം ആരംഭിച്ചത് അന്നദാതാക്കളെ ഓർത്തുകൊണ്ടാണ്, കർഷകരെ. പക്ഷേ എത്രമാത്രം ഈ സർക്കാർ കർഷകരെ ഓർക്കുന്നുണ്ട്? അവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? സാമ്പത്തിക സർവേ പ്രകാരം 42.3% കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. 60 കോടിയോളം ജനത കാർഷിക മേഖലയെ ആശ്രയിക്കുന്നുണ്ട്. 9 പ്രയോറിറ്റികളിൽ ഒന്നായി മന്ത്രി പറഞ്ഞത് കാർഷിക മേഖലയിലെ ഉൽപ്പാദനത്തെക്കുറിച്ചാണ്. 1,22,000 കോടിയാണ് അതിനായി നീക്കിവെച്ചത്. മുംബൈയിലേക്കുള്ള ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ചെലവ് 1,08,000 കോടി. For agriculture and allied sectors is only 1,52,000 crores. Whereas the provision for one bullet train from Ahmedabad to Mumbai is 1,08,000 crores. Please look at the comparisons, everybody. Priority 2. Finance Minister said is employment and skilling. രണ്ടാമത്തെ പ്രയോറിറ്റി തൊഴിൽ മേഖലയ്ക്കാണെന്നാണ് പറഞ്ഞത്. 10.3 കോടി യുവാക്കൾ തൊഴിലില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇതിനെ അഭിസംബോധന ചെയ്യാൻ പ്രായോഗികമായ എന്ത് പദ്ധതിയാണ് ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത്? This government has got the worst track record of creating jobs. India has more jobs in the informal sector, not in the formal sector. The budget is talking of an internship program with the top 500 companies. This is a joke. The top 500 companies employ 70 lakh people in total. That is 1% of the total workforce. Our workforce is about 57 crores. You are expecting companies which have a total work which employ 70 lakh people to give employment to 1 crore interns. മൂന്നാമത്തെ പ്രയോറിറ്റി മനുഷ്യ വിഭവശേഷി വികസനവും സാമൂഹ്യ നീതിയുമാണ്. ഇനി ആന്ധ്രാപ്രദേശിന്റെ കാര്യത്തിലോ? ആന്ധ്രയെ വരും തലമുറയെ കടക്കണിയിലാക്കും വിധത്തിൽ ലോൺ വഴിയുള്ള വിഭവ സമാഹരണത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. അല്ലാതെ ആന്ധ്രാപ്രദേശിന് നേരിട്ട് എന്താണ് നൽകിയത്? ഞാൻ വിചാരിക്കുന്നത് ആന്ധ്രയിലെ ജനം ഇത് തിരിച്ചറിയും എന്നാണ്. നാലാമത്തെ പ്രയോറിറ്റി ഉൽപ്പാദനവും സേവനവുമാണ്. അഞ്ചാമത്തേത് നഗരവികസനമാണ്. 2022ഓടെ ഓരോ പൗരർക്കും വീടുണ്ടാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് 2024-ലായി. ഈ ബജറ്റിൽ പക്ഷേ 3 കോടി വീട് അനുവദിക്കുമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു. സാർ, രാജ്യത്തോട് പറയൂ, എത്ര വീടാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിന് ആവശ്യം? The Prime Minister had said every citizen will get a house by 2022. We are now in 2024 and we are still making allocation for 3 crore more houses. Can you please tell us how many more houses we need and when it's going to be done? Let's get this over with. ആറാമത്തെ പ്രയോറിറ്റി ഊർജ്ജ സുരക്ഷിതത്വവും ഏഴാമത്തേത് ഇൻഫ്രാസ്ട്രക്ചറുമാണ്. എന്താണ് സംഭവിക്കുന്നത്? ക്രോണി ക്യാപിറ്റലിസത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിപാടിയല്ലേ ഇവിടെ നടക്കുന്നത്? നമ്മുടെ എയർപോർട്ടുകൾ ഇപ്പോൾ ആരുടെ കയ്യിലാണ് എന്ന് ആലോചിച്ചാൽ മാത്രം മതി ഇത് മനസ്സിലാക്കാൻ. 6 എയർപോർട്ടുകൾ ഒരു കമ്പനിയുടെ കയ്യിലാണ്. Sadly, most of this will go towards crony capitalists. You'll make roads that have potholes, you'll have airports that leak, you will have bridges that fall out, and the taxpayer will pay for this. The budget speaks of private sector participation, but remember one thing, they bid out 6 airports to one company for a fee to be paid by the government. Then they created a policy that allows the regulator to keep increasing the user development fee. So actually, it's the flying public of India that are paying for this. എട്ടാമത്തെ പ്രയോറിറ്റി നവീന വികസനം. അവസാനത്തെ പ്രയോറിറ്റി പുതുതലമുറ വികസനം. എണ്ണമിട്ട് പറഞ്ഞ പ്രയോറിറ്റികളല്ലാതെ ബജറ്റിൽ ജനാനുകൂല സമീപനത്തോടെ ഇതിനെയെല്ലാം സമീപിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം സാർ. അവസാനമായി എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്. ഭരണപക്ഷം സഹിഷ്ണുതയോടെ ഇത് കേൾക്കണം. എല്ലാത്തിനും ഉപരിയായി ധനമന്ത്രി ബജറ്റിൽ ഊന്നിയ ഒരു കാര്യമുണ്ട്. CBIയുടെയും EDയുടെയും കാര്യമാണ്. കുറച്ച് നാളുകളായി CBIയും EDയും പ്രതിപക്ഷത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു ഉപകരണമായി മാറിയിട്ടുണ്ട്. എന്നിട്ട് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ അതിനെ ഉപയോഗിക്കുകയാണ്. എന്നാൽ ഈ ബജറ്റിൽ CBI, ED തുടങ്ങിയ ഏജൻസികൾക്കുള്ള ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായി കാണുന്നു. ഞങ്ങൾ ഇക്കാര്യത്തിൽ ധനമന്ത്രിയോട് യോജിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ തീരുമാനമുണ്ടായത് എന്നതിൽ സംശയമുണ്ട്. അവരുടെ ദുരുപയോഗം വോട്ടർമാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ? ഇനി അതല്ല, CBIയെയും EDയെയും കൂടി ഔട്ട്സോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചോ? Is it because the voters didn't like the fact that you were using the CBI and the ED to go after the opposition and file fake affidavits? Or is it because you have outsourced the CBI and the ED completely to a businessman in Ahmedabad who is controlling the whole thing? നിങ്ങൾ EDയെയും CBIയെയും അഹമ്മദാബാദിലെ വ്യവസായി ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണോ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത്? In short, this Kursi Bajao budget is a desperate attempt by the government to stick its head in the sand and act like that the mandate of 2024 never happened. But the coming days are going to prove the instability of this government and the inefficacy of its economic policy. We wait for that day. Thank you very much, madam. നന്ദി, നമസ്കാരം.